ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് ആൻഡ് എനർജിയാണ്. അപ്പോൾ വർക്ക് ആൻഡ് എനർജി ചാപ്റ്ററിൻ്റെ ഇന്നത്തേത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്നത്തോടെ നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ലെറ്റസ് അസസ് എന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? വർക്ക് എന്താണെന്നുള്ളതും വർക്കിൻ്റെ ഫോർമുലയും വർക്കിൻ്റെ യൂണിറ്റും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പോസിറ്റീവ് വർക്ക് എന്താണ്, നെഗറ്റീവ് വർക്ക് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അങ്ങനെ വർക്കിൻ്റെ 1 ന്യൂട്ടൺ എന്താണ്, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലേ, W=mgh എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? നെഗറ്റീവും പോസിറ്റീവും വർക്ക് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് പോയി? എനർജിയിലോട്ട് പോയി. എനർജി എന്താണെന്ന് പഠിച്ചു, എനർജിയുടെ യൂണിറ്റ് പഠിച്ചു, എനർജിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം യൂണിറ്റുകൾ ഏതാണെന്നുള്ളതും പഠിച്ചു. അതിനുശേഷം നമ്മൾ എനർജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോമായിട്ടുള്ള മെക്കാനിക്കൽ എനർജിയും അതിൻ്റെ 2 ക്ലാസിഫിക്കേഷനായിട്ടുള്ള പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജികൾ എന്തെന്നും അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. അവസാനം നമ്മൾ എന്താ പഠിച്ചു നിർത്തിയത്? എനർജി ട്രാൻസ്ഫോർമേഷനെ പറ്റി പഠിച്ചു, അല്ലെ എനർജി എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അത് പറഞ്ഞു നിർത്തുകയായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ എനർജിയുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്, സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയാണ് പല ഫോമുകളിലോട്ട് മാറുന്നതെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി നോക്കാനുള്ളത് ഇവിടെ നിന്നാണ്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹൈഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. ഇലക്ട്രിക് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണത്, അത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം, അതാണ് എന്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ഡാം ആണെന്ന് പറയാൻ പറ്റും. എന്താണ് അതൊരു ഡാം? ഇവിടെ കാണുന്ന ഡാം. ഈ ഡാമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിർത്തും അല്ലേ. നോർമലി അവിടെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട വെള്ളത്തിന് ഒഴുകാൻ വിടാതെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോർ ചെയ്ത് നിർത്തും. അതായത് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന വെള്ളത്തിൽ എന്തുണ്ട്? അതിൻ്റെ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയായ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയുള്ള വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് എത്തിക്കും. ഈ പൈപ്പിൻ്റെ പേരാണ് പെൻ സ്റ്റോക്ക് പൈപ്പ്. എന്താണ്? പെൻ സ്റ്റോക്ക് പൈപ്പ്. ഈ പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി പുറത്തെത്തിക്കും. ഈ പെൻ സ്റ്റോക്ക് പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോസിലൂടെ കടത്തിവിടും, ഒരു ചെറിയ ഭാഗം. എന്നിട്ട് എങ്ങോട്ട് പോകും? ഒരു ടർബൈനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, എന്തിലേക്ക് കൊണ്ടെത്തിക്കും? ഒരു ടർബൈനിലേക്ക് കൊണ്ട് എത്തിക്കും. അതായത് വെള്ളം വന്ന് തട്ടുമ്പോൾ കറങ്ങുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടർബൈൻ എന്ന് വിളിക്കുന്നത്. ഈ ടർബൈനിൻ്റെ ഷാഫ്റ്റ് നേരെ പോയിട്ട് എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി. വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ മൂവ്മെൻറ്റ് കാരണം കിട്ടുന്ന എനർജി ഏത് എനർജി നമുക്ക് പഠിച്ചിട്ടുണ്ട്? കൈനറ്റിക് എനർജി. അത് വന്ന് നമ്മുടെ ഈ പറയുന്ന ടർബൈനിൽ തട്ടുമ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ത് എനർജിയാണ്? അത് മെക്കാനിക്കൽ എനർജിയാണ്. അല്ലെങ്കിൽ നമുക്കിനെ എന്ത് വിളിക്കാൻ പറ്റും? റൊട്ടേഷൻ എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? അത് മെക്കാനിക്കൽ എനർജിയുടെ ഫോമാണ്, മൂവ്മെൻറ്റ് കാരണം കിട്ടുന്നത്. അതിലൂടെ ആര് കറങ്ങും? ജനറേറ്റർ കറങ്ങും. ജനറേറ്റർ കറങ്ങുമ്പോൾ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രതിഭാസം നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കും. അതിലൂടെ എന്ത് ചെയ്യുന്നു? അവിടെ വൈദ്യുത ഊർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഫോം ചെയ്യുന്നു. ഈ എനർജികളാണ് നമ്മുടെ പോസ്റ്റിലുള്ള ലൈനുകൾ വഴി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. കേരളത്തിൽ ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് നമ്മുടെ ഇടുക്കിയിൽ ഉണ്ട്, വേറെയും പല പവർ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ടെസ്റ്റ് പറയുന്ന ഹൈഡ്രോ പവർ സ്റ്റേഷനെ പറ്റി നോക്കാം. അപ്പോൾ നിങ്ങളത് ചോദിക്കുകയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്ന ഊർജ്ജത്തിൻ്റെ കൺവേർഷൻ അല്ലെങ്കിൽ എനർജിയുടെ കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് പറയണം? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു ഡാമിലെ വെള്ളത്തിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അതെന്ത് ചെയ്തു? ഈ പറയുന്ന എന്തായിട്ട് മാറി? കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. ആ മെക്കാനിക്കൽ എനർജി നമ്മുടെ ജനറേറ്ററിൽ പോകുമ്പോൾ എന്തായിട്ട് മാറി? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. ഇതാണ് എന്ത്? ഒരു പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജത്തിൻ്റെ കൺവേർഷൻ അല്ലെങ്കിൽ എനർജിയുടെ കൺവേർഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ? ദ ജനറേറ്റർ കൺവേർട്ട് കൈനറ്റിക് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയുടെ ഫോം തന്നെയാണ് ഈ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുമ്പോഴുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി, ഒഴുകുമ്പോഴുള്ള എനർജി കൈനറ്റിക് എനർജി, കറങ്ങുമ്പോഴുള്ള എനർജി മെക്കാനിക്കൽ എനർജി എന്നാണ് നമ്മൾ തന്നെ പൊതുവെ പറയുന്നത്. ഇവിടെ കൈനറ്റിക് എന്നോ റൊട്ടേഷൻ എന്നോ നിങ്ങൾക്ക് വിളിക്കാം. അവിടെ നിന്ന് എന്തുണ്ടാകുന്നു? ജനറേറ്ററിൽ പോകുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു?
അത് വൈദ്യുത എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതാണ് ലൈനുകൾ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഇതാണ് എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. പവർ. എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ പല സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പവർ എന്ന് പറയുന്നത്, അല്ലേ? പവർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാറ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് പറയാറുണ്ട്, അല്ലേ? നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് നല്ല പവർ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. നമുക്ക് കാറിൻ്റെ കേസ് എടുക്കാം. നിങ്ങൾക്കറിയാം പലതരം കാറുകളുണ്ട്. നമുക്കൊരു മാരുതി 800 കാർ എടുക്കാം, അല്ലെങ്കിൽ മാരുതി ഓൾട്ടോ കാർ എടുക്കാം. അതുപോലെ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് എന്തെടുക്കാം? ഒരു ഫെറാറിയുടെ കാർ എടുക്കാം. ഫെറാറിയുടെ കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സ്പോർട്സ് കാറും. അപ്പോൾ ഈ ഒരു കാറിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ആളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ഒരു കാറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഓൾട്ടോ കാറും ഒപ്പം തന്നെ ഞാനൊരു ഫെറാറി കാറിനെയും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കാർ ചെയ്യേണ്ട ജോലി എന്താണ്? ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ ഇതിൽ ഏത് കാറായിരിക്കും ആദ്യം എത്തുന്നത്? ഉറപ്പായിട്ടും അതാരായിരിക്കും? സ്പോർട്സ് കാർ ആയിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ സ്വന്തം ജോലി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കുന്ന ആൾക്ക് നമ്മൾ എന്തുണ്ടെന്ന് പറയും? നല്ല പവർ ഉണ്ടെന്ന് പറയും, അല്ലേ? കാരണം എന്താണ്? ഇവിടുന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് എത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം. അത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന ആരായിരിക്കും? അത് സ്പോർട്സ് കാർ ആയിരിക്കും. നമുക്കറിയാം അതിൻ്റെ എഞ്ചിൻ ഭയങ്കര പവർഫുൾ എഞ്ചിനാണ്, സ്പീഡിൽ പോവും, അല്ലേ? ബൈക്ക് എടുത്താലും ഏത് ഉപകരണം എടുത്താലും, ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു മിക്സി വീട്ടിലുണ്ട്, അല്ലേ? മിക്സർ ഗ്രൈൻഡർ എന്ന് പറയുന്ന മിക്സി വീട്ടിൽ സാധനങ്ങൾ പൊടിക്കാൻ എടുക്കുന്നത്. ഒരു പഴയ മിക്സിയുണ്ട്, ഒരു പുതിയ മിക്സിയുണ്ട്. നമുക്കറിയാം പുതിയ മിക്സിയിൽ നമ്മൾ കുറച്ച് അരി പൊടിക്കാൻ ഇട്ടു. കുറച്ച് സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? നല്ല സ്പീഡിൽ കറങ്ങി അതിനെ പൊടിച്ചു തരും. നമ്മൾ നല്ല പവർഫുൾ സാധനമാണെന്ന് പറയും. ആണോ? അല്ലേ? നിങ്ങൾ 2 ആൾക്കാരെ എടുക്കുക. 2 ആൾക്കാരുണ്ട്. 2 പേരെടുത്ത് നമ്മൾ പറയണം ഒരു 10 കിലോ ഉള്ള ഒരു ചാക്കിനെടുത്ത് എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് ദൂരെ കൊണ്ടുവന്ന് വെക്കണം. ആരോഗ്യം നന്നായിട്ടുള്ള ആളത് പെട്ടെന്ന് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയുക? അയാൾക്ക് നല്ല പവർ ഉണ്ടെന്ന് പറയും. ഇത്രയേ ഉള്ളൂ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ പവർ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെങ്ങനെ പവർ ഡിഫൈൻ ചെയ്തേ? ചെയ്ത ജോലിയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലേ? ചെയ്ത ജോലിയും അതിനടുത്ത സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ പവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാൾ ചെയ്യുന്ന ജോലിയുടെ റേറ്റ്, ഓക്കെ, അതായത് ഒരു നിശ്ചിത സമയത്തിൽ ഒരാൾ എത്ര ജോലി ചെയ്യുന്നു, അതിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പവർ. സോ പവർ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, ഓർ പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അല്ലേ? ജോലി ചെയ്യുന്നതിൻ്റെ അളവ്, ജോലി ചെയ്യുന്നതിൻ്റെ ക്ഷമത എന്നൊക്കെ നമുക്ക് എന്തിനാ പറയാം? പവറിനെ പറയാം. സോ എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ, പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് എന്താണ്? വർക്ക്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വർക്ക് ബൈ സമയം. ടോട്ടൽ ചെയ്ത വർക്ക് ബൈ ടോട്ടൽ ചെയ്ത സമയമാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ നമുക്ക് അളക്കാനായിട്ട് യൂണിറ്റ് വേണ്ടേ? എന്താ യൂണിറ്റ് ഓഫ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂണിറ്റ് എഴുതാൻ എന്ത് ചെയ്യണം? മുകളിൽ കിടക്കുന്ന ആളുടെ യൂണിറ്റ് എടുത്ത് എഴുതണം, ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന ആളുടെ യൂണിറ്റ് എടുത്ത് എഴുതണം. മുകളിൽ കിടക്കുന്നത് വർക്കല്ലേ? വർക്കിൻ്റെ യൂണിറ്റ് ജൂളല്ലേ? പവറിൻ്റെ അല്ലേ? അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ് എന്ത്? പവറിൻ്റെ യൂണിറ്റ്. പക്ഷേ നമ്മൾ ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ ഇതിനെ വാട്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വാട്ട്. ഇതാ ഇവിടെ കണ്ടോ, ജെയിംസ് വാട്ട് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജൂൾ പെർ സെക്കൻഡ് എന്ന പവറിൻ്റെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വാട്ട്. വാട്ട് നമ്മൾ റെപ്രസെൻ്റ് സിമ്പിളാണ് ക്യാപിറ്റൽ W. നിങ്ങൾ ഏത് ഇലക്ട്രിക്കൽ ഉപകരണം എടുത്താലും അതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഭാഗത്തായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയേക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് Wയിൽ അവസാനിക്കുന്ന ഒരു ടേം കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത് എത്ര വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നു ഒരു സെക്കൻഡിൽ എന്നാണ് അത് കാണിക്കുന്നത്, അതിൻ്റെ പവർ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പവർ? പവർ ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിൻ്റെ ഫോർമുലയാണ് എന്ത്? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ജൂൾ പെർ സെക്കൻഡ് പഠിക്കേണ്ട, എന്ത് പഠിച്ചാൽ മതി? വാട്ട് പഠിച്ചാൽ മതി. വാട്ടിൻ്റെ സിമ്പിളാണ് W. എന്നാൽ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 2 വലിയ യൂണിറ്റാണ് ഉള്ളത്. ഒന്ന് കിലോ വാട്ടും മറ്റൊന്ന് മെഗാവാട്ടും. ഏതൊക്കെയാണ്? കിലോ വാട്ടും മെഗാവാട്ടും. 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ കിലോ എന്ന് വെച്ചാൽ 1000 എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1 കിലോ വാട്ട് 1000 വാട്ട്. 1 കിലോ വാട്ട് 1000 വാട്ട്.
അപ്പം നമ്മുടെ വൈദ്യുതി നമ്മൾ KSEBയുടെ പറയുന്ന വാർത്തകളൊക്കെ ന്യൂസിൽ വരുമ്പോൾ മെഗാവാട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കിലോ വാട്ടിനേക്കാളും വലുതാണ് എന്ത്? മെഗാവാട്ട്. മെഗാവാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ 1 6 0 നമുക്കതിന് എന്ത് പറയാം? 10⁻⁶ വാട്ട് എന്ന് പറയാം. കിലോ വാട്ട് ആണെങ്കിൽ 10⁻³ എന്ന് വെച്ചാൽ 1 കിലോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 0 വാട്ട്. ഇതിനെ സിമ്പിളായിട്ട് എഴുതുന്ന രീതിയാണ് 10⁻³ എന്ന് വെച്ചാൽ 10ഉം 3ഉം 1ഉം 3 0 ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. ഇനി ഒരു മെഗാവാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 1 2 3 4 5 6 6 0 ഉണ്ട്. ഓക്കെ, 2 3 4 5 6 6 0. അതിൻ്റെ അർത്ഥം എന്താണ്? 1ഉം 0 അവിടെ 6 എണ്ണം ഉണ്ട്. അതാണ് 10⁻⁶ വാട്ട് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 2 യൂണിറ്റുകളാണ് ആർക്കുള്ളത്? പവറിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ വണ്ടികൾ, ട്രെയിനുകൾ, അതിൻ്റെയൊക്കെ പവർ പറയുമ്പോൾ നമ്മൾ മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കും. അതിൻ്റെ പേരാണ് ഹോഴ്സ് പവർ. പണ്ട് കാലത്ത് നമ്മൾ പവർ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റിൻ്റെ പവറൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പ്ലംബർമാരൊക്കെ ഹോഴ്സ് പവർ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ട്രെയിന്, വണ്ടി പോലെയുള്ള വാഹനങ്ങളുടെ. അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് ഹോഴ്സ് പവർ. മനസ്സിലാക്കുക, ഒരു ഹോഴ്സ് പവർ എന്ന് ഒരാൾ ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം അത് 746 വാട്ടാണെന്ന് മനസ്സിലാക്കുക. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാണത്? അത് 746 വാട്ടാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ ദൂരം അളക്കാനായിട്ട് ഫർലോങ്, മൈൽ എന്നൊക്കെ യൂണിറ്റുകൾ ഉപയോഗിക്കില്ല. പക്ഷെ നമ്മളിപ്പോൾ കിലോമീറ്റർ പറയത്തില്ലേ? അപ്പോൾ അതുപോലെ പണ്ട് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്നും ചില സ്ഥലത്ത് ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്താ? ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. കുതിരശക്തി. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ അത് എത്രയ്ക്ക് ഈക്വൽ? 746 വാട്ടിന് ഈക്വൽ. ഓക്കെ ആണോ? എങ്കിൽ ലാസ്റ്റ് ഈ ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ പവർ. എന്ത് കണ്ടുപിടിക്കുക? പവർ കണ്ടുപിടിക്കുക. പകരം എന്ത് തന്നിട്ടുണ്ട്? ഓഫ് എൻ ഇലക്ട്രിക് അയൺ, ഒരു ഇസ്തിരിപ്പെട്ടിയുടേതാണ്. അതിൻ്റെ ജൂൾ, അത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 15 കിലോ ജൂളാണ്. അപ്പോൾ നമുക്കറിയാം 1 കിലോ ജൂൾ എന്ന് വെച്ചാൽ 1000 ജൂൾ ആയതുകൊണ്ട് തന്നെ 15 കിലോ ജൂൾ എന്ന് വെച്ചാൽ 15 × 1000 ജൂളാണ്. ഓക്കെ, അതായത് 15 30 ജൂളാണ് എന്ത്? അവിടുത്തെ പവർ എന്ന് വർക്ക് എന്ന് പറയുന്നത്. എത്ര സമയത്തിൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്? 20 സെക്കൻഡ് സമയം. സോ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? അത് 20 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W/T ആണ്. അതായത് എന്താണ്? 15 30 ഡിവൈഡഡ് ബൈ 20. 0ഉം 0ഉം വെട്ടി. നമുക്ക് 2ഉം 15ഉം ബുദ്ധിമുട്ടാണ് അല്ലേ വെട്ടാനായിട്ട്? അതേക്കാൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് 15 20 നമുക്ക് വെട്ടി ചെയ്ത് നോക്കാം. ഓക്കെ, 15ൽ 5 3 തവണ പോവും, 20ൽ 4 തവണ പോവും. അപ്പം 3000/4 നമ്മുടെ ഉത്തരം വരുന്നത്. 3000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 750 വാട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 750 വാട്ടാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടി സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരുന്നു. പിന്നെ വരുന്നത് പവറിലെ, അല്ലെങ്കിൽ വർക്ക് എനർജി പവറിലെ ലെറ്റ്സ് അസസ് എന്ന ഭാഗമാണ്. മൊത്തം 15 ചോദ്യങ്ങളുണ്ട്. ഒരു ക്ലാസ്സിൽ ഇടാൻ പറ്റത്തില്ല. 2 ക്ലാസ്സുകളായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാം? ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അതിൻ്റെ ഉത്തരം നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ വാട്സാപ്പിലോ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.